മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ജയ്പൂരിലെ സെക്കൻഡ് ഡേ ആണ്. ചിറ്റപ്പൻ്റെ വീട്ടിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ള ദൃഢനിശ്ചയത്തിലാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോവാം. ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണോ ചോദിച്ചത്? ദേവിക എങ്ങനെയുണ്ട്? ഫുഡ് കണ്ടാൽ വ്ളോഗർ ക്യാമറ നോക്കില്ല. ജിലേബി ഞാൻ കൊടുത്തരണം. ഞാൻ കൊടുത്തു കഴിച്ചു. അല്ല, നമ്മുടെ ജിലേബിയുടെ ടേസ്റ്റേ അല്ല. അല്ല, എങ്ങനെയുണ്ട് ജിലേബി? ട്രൈ ചെയ്തു. അപ്പോൾ ജയ്പൂർ സ്പെഷ്യൽ ഫുഡ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എനിക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. എങ്ങനെയുണ്ട്? മധുരം എന്ന് പറഞ്ഞാൽ പിന്നെ ജിലേബി ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക്? നമ്മുടെ അവിടെ ജിലേബിയുടെ ടേസ്റ്റ് അല്ലല്ലോ. ചൂടായിരുന്നു കൊണ്ടതോ ഭയങ്കര. ഇപ്പൊ ലൈവ് ഉണ്ടാക്കുന്നവര്. പൊതുവേ ഞാൻ മധുരത്തിനൊരു ഫാനല്ല, പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ നല്ലതായിരുന്നു. നമ്മുടെ പാനിപ്പൂരിയുടെയൊക്കെ കൂടെ കിട്ടുന്ന ആ ഒരു മധുരമുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആയിരുന്നു. കച്ചോടി. ആ കറി എങ്ങനെയുണ്ട്? പിന്നെ ആ വാവയ്ക്കൊന്നും കൊടുക്കാതെ തന്നെ കഴിക്കണമെന്ന് ആരും പറയരുത്. ഞാൻ കൊടുത്തു നോക്കിയായിരുന്നു, പക്ഷേ അയാൾ കഴിക്കുന്നില്ല. മേ ബി പരിചയമില്ലാത്തൊരു മുഖവും അതുപോലെ തന്നെ പെട്ടെന്ന് ഇങ്ങനെ കൊടുത്തപ്പോഴത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കൊടുത്തു നോക്കി, കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിന് മുന്നേ അഖിലേട്ടൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കഴിച്ചു. ചിലപ്പം കുഞ്ഞല്ലേ, അപ്പോൾ ഒരുപാട് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടുമായിരിക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിറങ്ങി. അപ്പോൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡേ കംപ്ലീറ്റ്ലി ഒരു ടാക്സിയാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ ചെറുതായിട്ടൊന്ന് പാനിക്കായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പെട്ടെന്ന് എടുപിടിയെന്നും പറഞ്ഞിട്ട് കാറും കൊണ്ട് ഭയങ്കരമായിട്ട് സൈക്കിലോട്ട് ചവിട്ടിയിട്ട് പെട്ടെന്ന് ഒരാളൊന്ന് ഓടിക്കയറുക, ഇയാളിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറി അപ്പുറത്തോട്ടിരിക്കുക. എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും ഒന്നും മനസ്സിലായില്ല. മൊത്തത്തിലൊന്ന് ടെൻഷനായി. ചോദിച്ചിട്ടാണെങ്കിൽ ആൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല. പക്ഷേ താങ്ക്ഫുള്ളി സേഫാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ആ ഡ്രൈവറിനെ ഈ പുള്ളിയായിട്ട് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൊക്കേഷനിൽ എത്താറായി. അപ്പോൾ രാജസ്ഥാനിലെ മഞ്ഞ് കാണാനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി സസ്പെൻസ് പൊളിക്കാനുള്ള സമയമായി. നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാൻ്റെ അജ്മോർ ഡിസ്ട്രിക്റ്റിലുള്ള കിഷൻഗർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അധികം ആർക്കും അറിയാൻ വഴിയില്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി അധികം ഡെക്കറേഷനൊന്നും ഇല്ലാതെ എന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഏരിയ കാണുമ്പോൾ തന്നെ ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ? അതായത് ഇവിടെ ഫുള്ള് മാർബിൾ ഇൻഡസ്ട്രീസ് ആണ്. കംപ്ലീറ്റ് ആയിട്ടും ഭയങ്കര പൊടിയാണ്. അതിൻ്റേതായിട്ടുള്ള പൊടി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫൈനലി തപ്പിപ്പിടിച്ച് നമ്മളിതേ നമ്മുടെ സ്നോ യാർഡിലെത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് എൻട്രൻസ്. പക്ഷേ കയറുന്നതിന് മുന്നേ നമ്മൾ ഇവരുടെ മെയിൻ കമ്പനിയിൽ പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മളിത് വീണ്ടും തിരിച്ചു പോവാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. കിഷൻഗർ മാർബിൾ അസോസിയേഷൻ. ഇറങ്ങണോ? डॉक्यूमेंट लेके जाना आधार कार्ड കിട്ടിയോ?
How much? कंफ्यूजन ये है टिकट Free कहाँ है? मिलता है डंपिंग यार्ड कहाँ है കാണിക്ക്. ട്രിപ്പ് വന്നതിന് വളരെ സന്തോഷം. ഏ? ഇനി എവിടെ നിന്നാണെന്നില്ല, പിന്നെ കേരള ഇവിടെ ട്രിപ്പ് കാണാൻ വന്നത് വളരെ സന്തോഷം. പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് ഫീയും കാര്യങ്ങളൊന്നുമില്ല, ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. പിന്നെ എനിക്കൊന്ന് ക്യാമറ അകത്ത് കയറ്റണമെങ്കിൽ മാത്രം ചിലപ്പോൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് പോവാം. ഇതാണ് രാജസ്ഥാനിലെ സ്നോ യാർഡ്, 4 ദിവസം നല്ല അറിയപ്പെടുന്നു. രാജസ്ഥാനിൽ സ്നോഫോൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്നോഫോൾ ഇല്ല, സ്നോ മാത്രമേ ഉള്ളൂ. സ്നോ മാത്രം. ദിസ് ഇസ് ഇറ്റ്. ഇന്ന് ഞങ്ങൾ രാജസ്ഥാനിലെ സ്നോ ഷോ യു ഗൈസ്. ഇതെല്ലാം മാർബിൾ ഗ്രാനൈറ്റിൻ്റെ ഒക്കെ പീസസ് ആണ്. താഴ്ന്നു പോകില്ല, അടിയിൽ ഇതായുണ്ട്. അപ്പോൾ അതാണ് നട്ടുച്ച. കാര്യം വേറെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും വൈകുന്നേരമൊക്കെ വന്നാലേ രസം ഉണ്ടാവും. ഇവിടെ ഉച്ചയ്ക്ക് വന്നാലേ രസം ഉണ്ടാവും. അല്ലെങ്കിൽ ആ സ്കൈയുടെ കറക്റ്റ് റിഫ്ലക്ഷൻ ഇതിലേക്ക് കറക്റ്റ് പോകും. ഇതിലിറങ്ങാൻ പാടാം, അതിലിറങ്ങാം. ഹെലിപാഡ്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് സ്നോ യാർഡിലാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകത്ത് കയറാനായിട്ട് ആ ഒരു ഫ്രീ ടോക്കൺ നമ്മൾ കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഇവിടെ രാവിലെ 10 മണി തൊട്ട് ഈവനിങ് 6 മണി വരെയാണ് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വന്നപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി നേരത്തെ വരികയാണെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ നല്ല നട്ടുച്ച വെയിലത്താണ് അവിടെ എത്തിയതെങ്കിലും ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലിപ്പറിയും കൂടിയാണ്. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ട് അവിടെ നേരിട്ട് കാണാൻ കുറച്ചും കൂടി ഭയങ്കര ഭംഗിയാണ്. ഫോട്ടോസിൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല ഇത് ഫേക്ക് സ്നോ ആണെന്ന്. സോ ഫേക്ക് സ്നോ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവം എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് നടക്കുന്ന, ഭീമമായിട്ടുള്ള മാനുഫാക്ചറിങ് നടക്കുന്ന ഒരു സ്പോട്ടാണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർബിളിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയൊക്കെ വേസ്റ്റ് ഡംപ് ചെയ്തുകൊണ്ടിരുന്നൊരു സ്പോട്ടാണ്. അപ്പോൾ ഈ ഡംപിങ് യാർഡ് ഇപ്പോൾ ടൂറിസ്റ്റുകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കിഡിലൻ സ്പോട്ടാണ്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 11 മണിക്ക് മുന്നേ വരികയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, വെയിൽ കാരണം നേരെ കാണാൻ പോലും പറ്റുന്നില്ല. മാത്രമല്ല വഴി കണ്ടുപിടിക്കുകയാണ് എങ്ങനെ അവിടെ എത്തിപ്പെടുമെന്ന്. അങ്ങനെ വഴി കണ്ടുപിടിച്ച് അഖിലേട്ടൻ്റെ അപ്പുറത്തുനിന്നൊക്കെ ചാടി ഇറങ്ങുന്നുണ്ട്. ഞാൻ ഈ വഴി ഇറങ്ങാനുള്ള തത്രപ്പാട്ടിലായിരുന്നു. ഇത് അവിടെ നിന്ന് ഒരാൾ നിൽക്കുന്നുണ്ടോ, നമ്മുടെ ബാക്കിൽ നിന്ന് വന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ചെരുപ്പ് ഊരിയിട്ടിട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ഇറങ്ങാമെന്ന്. ഈ വീഡിയോ ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കുഞ്ഞു പൊക്കത്തിലാണോ ഇറങ്ങാൻ പാടുന്നത്. പക്ഷേ അത് അത്യാവശ്യം പൊക്കം ഉണ്ടായിരുന്നു ശരിക്കും. സമയം എത്രയായി? 2:11. പക്ഷെ ഇത് നല്ല കോൾഡ്. ഇവിടെ അത്ര കോൾഡല്ല, ഇവിടെ ചൂടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് ചവിട്ടാൻ ഭയങ്കര കോൾഡ്. ചപ്പൽ ഊരിയപ്പോഴറിഞ്ഞത്. നൈസ്. എനിക്ക് എന്നെ തന്നെ കാണുന്നില്ല ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫേക്കായിട്ടൊക്കെ, ഫേക്ക് സ്നോ ആയിട്ടൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യാം, വീഡിയോ എടുക്കാം. ആർക്കും മനസ്സിലാവത്തില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഇത് സ്നോ അല്ലാന്ന് നമ്മൾ പറയുന്നിടത്തോളം ആർക്കും മനസ്സിലാവില്ല. ഹോപ്പ് എൻ്റെ തമ്മിൽ കണ്ടിട്ട് അരിത്തറ വിളിക്കില്ല എന്നാണ് വിശ്വാസം. സത്യം പറയുകയാണെങ്കിലേ ചെറുതായിട്ടൊരു മൂണിലെത്തിയൊരു പ്രതീതിയൊക്കെ ചെറുതായിട്ട് എവിടെയൊക്കെ ഉണ്ട്. വെയിലില്ലാത്തൊരു സമയത്തും കൂടിയാണ് എത്തിയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്ത് നിന്ന ആൾ അരയ്ക്ക് വീഡിയോ കോൾ ചെയ്ത് പറ്റിക്കുന്നുണ്ടായിരുന്നു. ഞാനത് കാശ്മീരിലാണെന്നൊക്കെ പറഞ്ഞിട്ട്.
ശരിക്കും പറയുകയാണെങ്കിൽ ആൾക്കാർ വിശ്വസിക്കും അങ്ങനത്തെ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. സോ വെള്ളം കണ്ടപ്പോഴത്തേക്കും എനിക്കൊന്ന് കാല് നനയ്ക്കാനൊരാഗ്രഹം. പക്ഷേ അതിൻ്റെ ആ ഒരു എൻ പോർഷൻ ഈ മാർബിൾ ഇങ്ങനെ ഈ വെള്ളം തട്ടി കുറച്ചധികം സ്ലിപ്പറി ആയിരുന്നു. അപ്പോൾ ഇനി അങ്ങ് തെന്നിപ്പോവുകയാണെങ്കിൽ എവിടെ എത്തും എന്നറിയാത്തത് കൊണ്ട് പേടിച്ച് ചെറുതായിട്ടൊന്ന് കാല് നനച്ച് നോക്കി. നല്ല തണുപ്പായിരുന്നു. പക്ഷേ ഇതിൽ കാല് നനയ്ക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ആ ഒരു സമയത്ത് അറിഞ്ഞില്ല, അന്ന് രാത്രിയായിട്ടും എൻ്റെ കാലിങ്ങനെ ഭയങ്കര ഈ കട്ട പിടിച്ച് ഈ കാലിൽ പെയിൻറ്റിൻ്റെ എന്തൊക്കെയോ പിടിച്ചതുപോലെ ഭയങ്കര റഫായിരുന്നു. ഫാക്ടറിയുടെ പോക ഇങ്ങോട്ട് നോക്കാം. നല്ല വെയിലുണ്ട്. കുറച്ചും കൂടെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സ്പെഷ്യൽ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നട്ടുച്ച വെയിലായിരുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും കുറേ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നതുകൊണ്ടും നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ തൊട്ടപ്പുറത്ത് പാർക്ക് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതെവിടെയാണെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ലൊക്കേഷനാണിത്. സോ പുഷ്കറിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഈ ഒരു ബ്രഹ്മ ടെമ്പിളാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നല്ലേ, ലോകത്തിൽ തന്നെ ഒരേ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു അമ്പലം മാത്രമേ ഉള്ളൂ. അത് ഇവിടെയാണ്. ഇവിടെ മരിച്ച ആത്മാക്കൾക്കും അതുപോലെ പിതൃക്കൾക്കും ഒക്കെ ബലി ഇടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് അച്ഛന് ബലിയിടാതെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ബലിയിട്ട ശേഷം ഇവിടുത്തെ ഒരു ആചാരപ്രകാരം നമ്മൾ അന്നദാനത്തിന് കൊടുക്കണം. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുഷ്കറിലെ ഈ ബ്രഹ്മ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിൻ്റർ സീസൺ നോക്കി വരുന്നതായിരിക്കും നല്ലത്. അതായത് ഒരു നവംബർ ടു ഫെബ്രുവരി സീസണിൽ വരുന്നതായിരിക്കും നല്ലത്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, രാജസ്ഥാനാണ്. അപ്പോൾ അല്ലാത്ത സമയം അത്യാവശ്യം നല്ല ചൂടായിരിക്കും. അതുപോലെ തന്നെ പുഷ്കർ മേള നടക്കുന്നത് എപ്പോഴാണ്, അതായത് ഈ ക്യാമൽ ഫെസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി എപ്പോഴാണ് നടക്കുന്നത് നോക്കി പോവുകയാണെങ്കിൽ അതും കാണാൻ പറ്റും. പക്ഷേ നമ്മൾ പോയ സമയത്ത് പുഷ്കർ മേള എല്ലാം കഴിഞ്ഞ സമയത്തായിരുന്നു പോയത്. അതുകൊണ്ട് അത് മാത്രം നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഈ ഒരു പുഷ്കർ ലേക്കും ഉണ്ട്. അങ്ങനെ ടെമ്പിൾ വിസിറ്റൊക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടി പർച്ചേസിനൊക്കെ ശേഷം നമ്മുടെ ഇന്നത്തെ അവസാനത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അതായത് ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്. നമ്മൾ ക്യാമൽ മാത്രമാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റേറ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ദേ പോകുന്നതാണ് നമ്മുടെ ഒട്ടകം. കുറച്ചും കൂടി കുഞ്ഞൊട്ടകമായിരുന്നു. അപ്പോൾ നമുക്കിനി ഒട്ടക വിശേഷങ്ങളിലോട്ട് പോകാം. ആനയൊക്കെ ഇരിക്കും പോലെ. Lo, pon.
ഹലോ. ഇനി വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല, ഒറ്റ പോക്കായിരിക്കും. ക്യാറ്റ് വാക്ക് ചെയ്യുന്ന ജീപ്പ് സഫാരി ഇപ്പൊ തന്നെ പറയാം. ഡെസേർട്ടിൽ പോവോ? പിന്നെ ഡെസേർട്ടിലാണ് ബാക്കി നമ്മളിപ്പോ ഡെസേർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമലില്. അപ്പോൾ ഇവിടെ വന്നിട്ട് പെർ ക്യാമലിന് 2000 ആണ് റേറ്റ്. എനിക്ക് തോന്നുന്നു നമ്മളത് കൂടുതൽ വാങ്ങിച്ചാണെന്ന് തോന്നുന്നുണ്ട്. അറിയാൻ വയ്യ. നമ്മുടെ എന്തായാലും 2000 ആയിരുന്നു പെർ ക്യാമലിന്. വേറെ ആർക്കെങ്കിലും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. പക്ഷെ എന്നാലും വർത്താണ്. ഇച്ചിരി ഷേക്കാണ് ഗൈസ്, ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. ആ ക്യാമലിന് കാല് വെക്കാനുള്ള ഗ്യാപ്പുണ്ട്, ഇതിനതില്ല. അല്ല, അത് വേറെ പോയി. പാവന് വേദനിക്കുമെന്തോ. ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ സാധനം ഊരുമ്പം അവിടെ ഫുൾ ഇങ്ങനെ താഴ്ന്ന് കുഴിഞ്ഞിരിക്കുന്നു. ഡെസേർട്ടിന്റെ സ്റ്റാർട്ടിങ്ങിലെത്തി മഡ് ബൈക്കുകൾ. ഇതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ഇല്ല. थोड़ा वेट करो. दीदी दादा इतनी दूर आएंगे, नीचे गिरा दो. അറിയായിരുന്നു എനിക്ക്. ടാറ്റാ, താങ്ക് യു. ഗൈസ്ലേ കുട്ടി എന്നെ പറ്റിച്ചു ഗൈസ്. സിമ്പിളി തേച്ചു. ടാറ്റ ഞാൻ പ്രതീക്ഷിച്ചില്ല. എടുത്തോണ്ട് ഓടുമെന്നാണ് വിചാരിച്ചത്. അല്ലേ, എനിക്കറിയായിരുന്നു പറ്റിക്കാനാന്ന്. ടാറ്റയും എന്റെ അടുത്ത് വന്നിട്ട് മറ്റേ സാധനമൊക്കെ ഇട്ട് പാടിയിട്ട് പാട്ട് പാടാം 10 രൂപ തരുമെന്ന് വിചാരിച്ചു. കുഞ്ഞല്ലേ, 10 രൂപയല്ലേ കൊടുക്കാം, കുഞ്ഞു പാടട്ടെ. എന്നിട്ട് വേഗന്താ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് പറ്റിപ്പാണെന്ന്. പക്ഷേ ചോദിച്ചത് കൊണ്ട് 10 രൂപ കൊടുത്തത് ടാറ്റാ ദീദി. ഒറ്റ പോക്ക്. പോകുന്ന വീഡിയോയിലുണ്ട്. സൂപ്പർ. വീഡിയോയില് കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഒരു മഞ്ച് മേടിച്ചു. നൈസ് എക്സ്പീരിയൻസ്. ഒട്ടകം ഓടുന്നു. ഇത് കണ്ടൊരു മോട്ടിവേഷൻ ആവണ്ട, നമുക്ക് നടന്നാ മതി. നമ്മുടെ ക്യാമൽ റെസ്റ്റിംഗിലാണ് ബസ്. രാജസ്ഥാനി ഡ്രസ്.
അങ്ങനെ നമ്മളിപ്പോൾ ഡെസേർട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഈ രാജസ്ഥാനി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വിത്ത് ക്ലോത്ത്സ് ഒരു റേറ്റ്, പിന്നെ ജ്വല്ലറി വേണമെങ്കിൽ അതിനും അഡീഷണൽ റേറ്റ്, നല്ല റേറ്റ് പറഞ്ഞായിരുന്നു. 3000 ഒക്കെ അവർ പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തു. പിന്നെ ഓൾമോസ്റ്റ് ഈവനിങ് ആയല്ലോ, ഇനിയിപ്പം പരിപാടിയെല്ലാം തീരാൻ പോകുന്നത് കൊണ്ട് തന്നെ അവർ അത്യാവശ്യം ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. എനിക്കൊന്ന് 1000 റേഞ്ച് ആണെന്ന് തോന്നുന്നു, അങ്ങനെ തന്നു. പിന്നീട് അവർ ലാസ്റ്റ് ഒരാൾക്ക് 1500 അങ്ങനെ എന്തോ റേഞ്ച് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രാജസ്ഥാൻ്റെ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെയും മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡേയും ഇത് തന്നെയായിരുന്നു. ഒരു ഈവനിങ് ടൈമാണ് നമ്മുടെ ആ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഈവനിങ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ആ ഒരു നൈറ്റിലുള്ളൊരു ക്യാമൽ റൈഡും നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അൺടിൽ ദെൻ ബൈ ബൈ.